കെ സി വേണുഗോപാലിന് സത്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല മാത്രമല്ല ഉണ്ടായിരുന്നത്. അസമിന്റെയും ബംഗാളിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ ചുമതല ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ തോൽക്കുക ചെയ്തിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിജയം നേടിയ ഒരു സ്ഥലത്തേക്ക് രാജ്യത്തിൻ്റെ ആകെ ചുമതലയുള്ള ഒരാൾ നേതാവ് വന്നിട്ട് ഇവിടെ വിജയം നേടിയ ഒരു സ്ഥലത്തിൻ്റെ ക്ലെയിം എടുത്തിട്ട് ഞാനിതാ മുഖ്യമന്ത്രി ആവുന്നു എന്ന് പറയുന്ന ഒരു അഭംഗി ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ളത്, അദ്ദേഹത്തിന് 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഇവിടെ വരും. ഒന്ന് അദ്ദേഹം മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ, മറ്റത് അദ്ദേഹം പോകുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ, അല്ലേ? അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന ഇരിക്കൂറിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇരിക്കൂറിൽ ഓരോ ഉറപ്പുമില്ല കേട്ടോ, അല്ല എന്നാണ് പറയുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാണ്. ഒരു പ്രധാനപ്പെട്ട ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്ന അവരുടെ ഒരു മണ്ഡലം ഇരിക്കൂറാണല്ലോ. സത്യത്തിൽ അങ്ങനെ ഉറപ്പാണോ ഹർഷ? അതായത് ഇരിക്കൂർ ഒന്ന് ഉറച്ച മണ്ഡലങ്ങൾ കാട്ടപ്പുഴകി വീണ മറ്റേ പക്ഷത്താണെങ്കിലും ജില്ലയിലാണ് ഇരിക്കൂറും എന്ന് നമ്മൾ ഓർക്കണം. അവിടെ എ സി ജോസഫ് 1987 7476 വോട്ടുകൾക്ക് മാത്രമായിട്ട് തോറ്റിട്ടുണ്ട്, അല്ല ജയിച്ചിട്ടുണ്ട്. ഈ അത്രക്കൊന്നും പോണ്ട 2006 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1831 ഇരിക്കൂറിൽ. കെ സി ജോസഫിൻ്റെ ഭൂരിപക്ഷം 2006 1831. നമ്മൾ വിചാരിക്കും അവിടെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മണ്ഡലമാണെന്ന്. അല്ല, അവിടുത്തെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 2011 11757, 2016 9647, 2021 കഴിഞ്ഞ തവണ 10,010 വോട്ട്. ഇത്തവണ 42,000 വോട്ട് സജി ജോസഫ് അവിടെ നേടിയിട്ടാണ് വിജയിച്ചത്. എന്ന് വെച്ചാൽ ഇരിക്കൂർ UDFന് കൂടെ നിൽക്കുന്നൊരു മണ്ഡലമാണ്, നല്ല ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഈ തവണത്തെ വോട്ട് നോക്കണ്ട. ഈ തവണ സകലമാന മനുഷ്യരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്തിട്ടാണ് ഇവരെല്ലാം എത്തിയത്. അതുകൊണ്ട് 42,000 നോക്കണ്ട. അവിടെ പയ്യന്നൂരും തളിപ്പറമ്പും CPMനെയും LDFനെയും കൈവിട്ടതുപോലെ അങ്ങനെ കണക്കാക്കിയാൽ വേണമെങ്കിൽ കൈവിടാവുന്ന സ്ഥലമാണ് ഇരിക്കൂർ എന്ന് നമ്മൾ കാണണം. ഞാൻ ആ പറഞ്ഞ നമ്പറിനകത്ത് അതുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം അനവസരത്തിൽ അനർഹമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാൻ വേണ്ടി വരികയാണ് എന്ന ചിന്തയോ മറ്റോ ഈ CPMകാർ പയ്യന്നൂരും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും കാണിച്ചു കൊടുത്ത പോലെ ഇരിക്കൂറിലെ കോൺഗ്രസ്സുകാർക്ക് തോന്നിയാൽ അവിടെ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമോ, എന്തായാലും ജയിക്കില്ലേ എന്ന ആത്മവിശ്വാസം കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല. അതായത് സ്വന്തം കക്ഷിക്കെതിരെ വോട്ട് ചെയ്തിട്ട് അവരെ മറിച്ചിടാൻ മാത്രം അതിൽ ഹരം പിടിച്ച ഒരു ജനതക്ക് അപ്പുറത്തൊരു 6 മാസത്തിനകത്താണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന കാര്യം നമ്മൾ അവിടെ ഓർക്കണം.